ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴഞ്ചേരിയിലാണ്. കോഴഞ്ചേരിയിലെ കുറിയന്നൂറിന് അടുത്തുള്ള സൂപ്പർ ഒരു ഗാർഡൻ ആൻഡ് സൂപ്പർ ഒരു വീട്. അതിൻ്റെ മുതലാളികളെന്ന് പറയുന്നത് ഒന്ന് ബിനിച്ചേട്ടനും മിനിച്ചേച്ചിയുമാണ്. ഇതാണ് മിനിച്ചേച്ചി, ഇത് സൈച്ചേട്ടനാണ് ഈ ഗാർഡൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് കൃത്യമായിട്ട് പരിപാലിക്കുന്നത്. ഇവർക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ്, അതുപോലെ കല്ല് മുറ്റത്ത് ഇടാൻ, നാച്ചുറൽ സ്റ്റോൺ ഇടാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബിനിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ബിനിച്ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഇത് മിനിച്ചേച്ചിയാണ്. മിനിച്ചേച്ചിക്ക് ഇതിനൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. അതാണ് വീട് പോലും നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള ഒരാളിനെ സൈച്ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബിനിച്ചേട്ടൻ്റെയും മിനിച്ചേച്ചിയുടെയൊക്കെ ഗാർഡനൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഗാർഡൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. വളരെ മനോഹരമായി ഫിലോഡെൻഡ്രോൺ ഒരു നമ്മുടെ കയറ് വരിഞ്ഞ ഒരു സ്റ്റാൻഡിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. ഇവിടോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫോൺസാണ്, പലതരത്തിലുള്ള ഫോൺസ് ഇവിടെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ആണ് ഫോൺസൊക്കെ നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നന്ദ്യാർ വട്ടം നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഒരു സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നുണ്ട്. സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് വളരെ ഒരു ഡിസൈനിൽ തന്നെ അങ്ങോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് പാൻ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് നോക്കിക്ക് വെർട്ടിക്കൽ ഗാർഡൻ, പല ടൈപ്പിലുള്ള വെർട്ടിക്കൽ ഗാർഡൻസ് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക്, ഒരു പാറയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പുമാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. അത് ഓടിൻ്റെയൊക്കെ ബോർഡർ, പഴയ ഓടൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വിയറ്റ്നാം ഇയർലി ആണെന്ന് തോന്നുന്നു. വളരെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു ഇരുമ്പിൻ്റെ വീപ്പയ്ക്കുള്ളിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇരുമ്പിൻ്റെ വീപ്പയ്ക്കുള്ളിൽ അനേകം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള കുറേ ഇലച്ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും. അഗ്ലോണിമ വർഗത്തിൽപ്പെട്ട ചെടികളാണ് ഇവിടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശകലം വെയിൽ അടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് നിൽപ്പുണ്ട്. ഒരു CC പ്ലാന്റ്, നല്ല ഭംഗിയായിട്ട് വലിയൊരു CC പ്ലാന്റാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അഗ്ലോണിമ വെറൈറ്റീസ് നിൽപ്പുണ്ട്. അതുപോലെ ഫിംഗർ പാം നിൽപ്പുണ്ട്. ഇങ്ങനെ വളരെ ഇതൊരു തണുപ്പുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഓർക്കിഡ് ട്രീയാണ്. ഓർക്കിഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കലാത്തിയ വെറൈറ്റീസ് നിൽപ്പുണ്ട്. ഇത് ഒരു ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു തണലുള്ള ഏരിയ, സ്റ്റാൻഡുകളൊക്കെ വെച്ച്. അപ്പം നോക്കിയേ, ഒരു ചെറിയ പ്ലാവുണ്ട്. ആ പ്ലാവിലൊക്കെ ചക്ക നിൽപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ചക്ക ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു ചെറിയ പ്ലാവാണ്. എനിക്കൊന്ന് വിയറ്റ്നാം ഇയർലി പോലുള്ള പ്ലാവാണെന്ന് തോന്നുന്നു. അത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുള്ളാത്ത ഇങ്ങനെ ഇലകളൊക്കെ പൊഴിച്ചിങ്ങനെ നിൽപ്പുണ്ട്. മേളിൽ 2-3 കായൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് ചൂടിൻ്റേതായിട്ട് ഇല പൊഴിച്ച് നിൽക്കുകയാണ്. ഒരു തടിയിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. മംഗൂസ്റ്റിൻ നല്ല ഭംഗിയായിട്ട് പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. ആ മംഗൂസ്റ്റിൻ നിറച്ച് പൂക്കളും കായകളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നല്ല ഞാൻ കാണിച്ചു തരാം. വളരെ അടിവശത്തോട്ട് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഈ ബിനിച്ചേട്ടന് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ കുറിയന്നൂർ, കോഴഞ്ചേരിക്ക് അടുത്തുള്ള കുറിയന്നൂർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ചെടികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. ഇവിടെയൊക്കെ അഗ്ലോണിമ വെറൈറ്റീസാണ് വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള അഗ്ലോണിമ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് അഗ്ലോണിമ. അങ്ങനെ
വെർട്ടിക്കൽ ഗാർഡൻസ് പല ടൈപ്പിലുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നല്ലൊരു ഏവിയറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കിളികൾ അവിടെയുണ്ട്. നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ് പോലുള്ള പല ടൈപ്പിലുള്ള കിളികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
പ്ലാന്റ്സ്.